ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ റോമാലേഖനം പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് ഈ റോമാലേഖനം ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ റോമാലേഖനത്തിന്റെ പ്രത്യേകത എന്ത് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം. റോമാലേഖനത്തിന്റെ പ്രത്യേകത എന്താണ്? പൗലോസ് ഒരിക്കൽ പോലും സന്ദർശിച്ചിട്ടില്ലാത്തൊരു സഭയായിരുന്നു റോമാ സഭ. ഉള്ളിൽ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു സഭ. പക്ഷേ പലപ്പോഴും ശ്രമിച്ചിട്ടും അവിടെ എത്താൻ പൗലോസിന് പറ്റിയിരുന്നില്ല എന്ന് റോമർ 1-ാം അധ്യായത്തിന്റെ 10 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് പൗലോസ് തൻ്റെ എഴുത്തുകളിലെ ഏറ്റവും നീളം കൂടിയ എഴുത്ത് താൻ എഴുതിയത്. ഒരിക്കൽ പോലും മുഖം കണ്ടിട്ടില്ല. പക്ഷെ റോമിലുള്ള ആ ദൈവസഭയെക്കുറിച്ച് പൗലോസ് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടുള്ള ജനതയ്ക്ക് വേണ്ടി താന് ഇങ്ങനൊരു എഴുതിയതിന്റെ പുറകിലെ ത്യാഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും വേണ്ടപ്പെട്ടവരെ പരിഗണിക്കാത്ത ലോകത്ത് കണ്ടിട്ടില്ലാത്തവരെ അകം കൊണ്ട് സ്നേഹിക്കുന്ന ആ ആത്മവെളിപ്പാടിന്റെ ആഴത്തെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു നോക്കിയേ. ചോദ്യം ഇങ്ങനെ ഉയർത്താം, എന്തിന്റെ ആവശ്യകതയാ? പക്ഷേ ആത്മഭാരമുള്ള ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വേദന എൻ്റെ വേദനയാ, ദൈവത്തിന്റെ കൺസേൺ എൻ്റെ കൺസേണാ. ഒരു കാര്യം, സുവിശേഷ തൽപരരായ സഹോദരി സഹോദരന്മാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. ലാഭേച്ഛയോടുകൂടെ ദൈവവേല ചെയ്യുന്ന ഒട്ടനവധി പേര് കാണും. പക്ഷേ യഥാർത്ഥ ശുശ്രൂഷകൻ ജനിക്കുന്നത് ആത്മഭാരത്തിൽ നിന്ന്. ആത്മഭാരമാണ് ഒരു സുവിശേഷകനെ സുവിശേഷകനാക്കാനുള്ള ഏറ്റവും വലിയ ഘടകം കേട്ടോ. ചെറിയ വീടിനെ വിശാലമാക്കുകയും ചെറിയ പ്ലാനുകളെ വലുതാക്കുകയും ചെയ്യാനുള്ള ഒരു എളുപ്പപ്പണിയല്ല സുവിശേഷ വേല. മറിച്ച് ദൈവത്തിന്റെ വേദന എൻ്റെ വേദനയായി മാറുക കേട്ടോ. അതെപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞോണം. പൗലോസും അതേ ഭാഗമാണ് ഈ റോമിലുള്ള ദൈവജനത്തിനു വേണ്ടി ഈ എഴുത്തതെഴുന്നതിന്റെ പുറകിലെ ത്യാഗത്തിന്റെ ആഴം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്ന് നമുക്കൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അല്ലേ? പേനയും പേപ്പറും, നമ്മുടെ മുമ്പിലുള്ള സാങ്കേതികത്വം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ എത്ര വലുതാ. നമ്മൾ ഒന്ന് ഉച്ചരിച്ചാൽ അത് എഴുത്തുകളായി പുറത്തു വരുന്ന ടെക്നോളജി വരെ നമ്മൾ എത്തിയപ്പം അന്നത്തെ കാലത്തെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സഭകൾക്ക് എഴുതിയ എഴുത്തുകൾ എത്ര വിലപ്പെട്ടതായിരിക്കും, എത്ര ദിവസത്തെ അധ്വാനമായിരിക്കും അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ത്യാഗവും ഈ വിഷമവും ഒക്കെ, ഈ ഉറക്കിളപ്പും ഒക്കെ താൻ സഹിച്ചത് മറ്റൊന്നിനു വേണ്ടിയല്ല, തൻ്റെ വായനക്കാർ കർത്താവിൽ ബലപ്പെടണമെന്നുള്ളത് കൊണ്ട് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മടുപ്പിക്കുന്ന ഒത്തിരി പേരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് മടുപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെയും ദൈവം നിങ്ങളെ വിളിച്ചത് ശാക്തീകരിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തെ നമ്മൾ പലപ്പോഴും കാണുന്ന വലിയ വേദന, വിശ്വാസത്തിലേക്ക് വന്നവരെ അവരുടെ വഴികളിൽ തടയുന്ന, അവരുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ഒത്തിരി പേരുള്ളപ്പം നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകം ഒരാളുടെ തീവ്രതയെ കെടുത്തിക്കളയുകയല്ല, മടുത്തവരെ ബലപ്പെടുത്തുവാനാ കർത്താവ് നമ്മളെയൊക്കെ വിളിച്ചത് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പം ചിലരുടെയൊക്കെ കുറവുകളൊക്കെ കേൾക്കുമ്പം എല്ലാവരും അങ്ങനെയാണെന്നൊരു കമന്റ് പറഞ്ഞു പോരരുത്. നമ്മൾ അറിഞ്ഞതിൽ ചിലർ വീഴ്ച ഉണ്ടാവാം. നമ്മൾ അറിയാത്ത എത്രയോ വിശുദ്ധന്മാരായ ത്യാഗികൾ ഈ വഴിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടപാട് കൊണ്ട് ഒറ്റ മനുഷ്യൻ തളർത്തരുത്. നമ്മുടെ ഇടപാടുകൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിരിക്കണം, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം അല്ലേ? പൗലോസ് തൻ്റെ എഴുത്തില് 1-ാം അധ്യായത്തിൽ ചേർത്തിരിക്കുക, ഞാൻ നിങ്ങളുടെ അടുക്ക വരും റോമക്കാരെ. ഞാൻ വരുമ്പം നിങ്ങളുടെ സ്ഥിരീകരണത്തിന് അത് കാരണമാകുമെന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കപ്പെടാൻ ഇടവരും എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങളെ ഇളക്കാനല്ല, നിങ്ങളെ ഉറപ്പിക്കാനാ, നിങ്ങൾ ഫലമുണ്ടാകാൻ വേണ്ടിയാ. അപ്പം നമ്മുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴും ഗുണത്തിനെ ആകാവൂ. ഒരു വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടുകാർക്കൊരു നന്മയായിട്ട് നമ്മൾ ഇടപെടാറുള്ളൂ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഈച്ച എന്ന് പറയുന്ന ഒരു ജീവിയെ നമുക്കറിയാം അല്ലേ? പലയിടത്തും ചെന്നിരുന്ന് ആ ഇരിക്കുന്നിടത്തുനിന്ന് ചിലത് കാലയിലെടുത്തുകൊണ്ട് മറ്റു പലയിടത്തും പോയി സപ്ലൈ ചെയ്യുന്ന മലിനതയുടെ പകർത്തലുകൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിയായി നമ്മൾ ഇതിനെ കാണും.
ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ അങ്ങനെയുണ്ട്. പക്ഷെ ദൈവം നമ്മെ വിളിച്ച അതിനുവേണ്ടിയല്ല. പക്ഷെ ഒരു തേനീച്ച എടുത്തു നോക്കിക്കേ, ആ തേനീച്ച ചെന്നിരിക്കുന്നിടത്തുനിന്ന് മധുരമുള്ളിടത്തുനിന്ന് എടുക്കുന്നു, അതതിന്റെ കൂട്ടിക്കൊണ്ടുവെക്കുന്നു. ഇന്നും തേൻ നുകരുന്ന മനുഷ്യന് ആ അധ്വാനം പ്രയോജനപ്പെടുത്തുന്നു. നമ്മളെ ഒരു സഭയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഈച്ചയാകാനല്ല ദൈവം നമ്മൾ വിളിച്ചത്, മാലിന്യത്തെ പകർത്താനല്ല, മറിച്ച് മധുരിപ്പിക്കുന്ന തേനിനെ കിട്ടുന്നിടത്തോളം എടുത്ത് കൂട്ടിവെക്കാനാ ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചത് കേട്ടോ. എപ്പോഴും ദൈവസഭ ഈ കൂട്ടത്തെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഈച്ചകളെ ശ്രദ്ധിച്ചോണേ. പരത്തുന്ന, തിന്മ പരത്തുന്ന, ദോഷം പരത്തുന്നവ നമ്മുടെ നടുവിൽ വേണ്ട. നമ്മുടെ നടുവിൽ വേണ്ടത് നന്മ പരത്തുന്ന ഒത്തിരി പേരാവട്ടെ. ഇതിന്റെ ഭാഗത്തേക്ക് വരിക. അപ്പം ഈ പൗലോസിന്റെ എഴുത്തുകളിലെ ഏറ്റവും ദീർഘമുള്ള എഴുത്ത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം റോമാലേഖനമാണ്. ഞാൻ പറഞ്ഞത് ആ എഴുത്തിനു വേണ്ടി ആ മനുഷ്യ എടുത്ത ത്യാഗം എത്ര വലുതാണെന്നറിയാവോ? അപ്പം എന്തുകൊണ്ടാണ് ഈ എഴുത്ത് ഇത്രയും പ്രാധാന്യമുള്ളത്? 3 കാരണങ്ങൾ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. ഒന്ന്, ക്രിസ്തീയ ഉപദേശങ്ങളുടെ ക്രമീകൃത രേഖയാണ് റോമാലേഖനം. സിസ്റ്റമാറ്റിക് ലെറ്റർ ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എന്താണ് റോമാലേഖനത്തിന്റെ പ്രത്യേകത? മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ക്രിസ്തീയ ഉപദേശങ്ങളുടെ ക്രമീകൃത രേഖയാണ് റോമാലേഖനം. ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റമാറ്റിക് ലെറ്റർ ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ. ഇത് റോമാലേഖനത്തെ കുറിച്ച് പറയുന്ന ആ ഭാഗം ഒന്നുകൂടി ഞാൻ പറയാം. ക്രിസ്തീയ ഉപദേശങ്ങളുടെ ക്രമീകൃത രേഖ, അതാണ് ഈ റോമാലേഖനത്തെ വ്യത്യസ്തമാക്കുന്നത്. പൗലോസ് പല എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ എഴുത്തുകളിൽ നിന്നൊക്കെയുള്ള ഏറ്റവും സിസ്റ്റമാറ്റിക്കായ എഴുത്ത് ഏത് എന്ന് ചോദിച്ചാൽ അത് റോമാലേഖനമാണ് കേട്ടോ. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തിന്റെ സിസ്റ്റമാറ്റിക്കായ കാര്യം? ക്രിസ്ത്യൻ ഡോക്ട്രിൻ, നമ്മുടെ ഉപദേശങ്ങളെ വ്യക്തമായും ക്രമീകൃതമായും പഠിപ്പിക്കുന്ന ഒരു എഴുത്താണ് ഏത്? റോമാലേഖനം. നിങ്ങൾ എവിടെയെങ്കിലും ഈ വാക്ക് കേൾക്കുന്നെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ അകത്തേക്ക് വരണം. സിസ്റ്റമാറ്റിക് ഡോക്ട്രിൻ എന്നൊരു വാക്ക് കേൾക്കുന്നെങ്കിൽ ഓർത്തോണം, അത് പൗലോസിന്റെ റോമാലേഖനത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് കാണുക. സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്, പക്ഷെ സിസ്റ്റമാറ്റിക് ഡോക്ട്രിൻ എന്ന് നമ്മൾ കേൾക്കുമ്പം അത് പൗലോസിന്റെ റോമാലേഖനത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഈ സിസ്റ്റമാറ്റിക് ആയ റൈറ്റിംഗ് എന്ന് പറയാൻ കാരണം? ഇനി ഞാനത് വിശദീകരിക്കാം. ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം. റോമാലേഖനം 1:18 തൊട്ട്, റോമാലേഖനം 1:18 തൊട്ട് പൗലോസ് വിശദമാക്കുന്ന ആദ്യത്തെ കാര്യമാണ് പാപത്തിന്റെ സാർവത്രികത. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഓൾ ആർ സിന്നേഴ്സ്, എല്ലാവരും പാപികളാണെന്ന് പൗലോസ് ആദ്യത്തെ പ്രശ്നം കൊണ്ടുവരിക. നോക്കി, യേശു രക്ഷകനാണ് എന്ന് നാം പറയുമ്പോൾ എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്? ഉത്തരം പൗലോസ് നൽകുന്നു, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. അപ്പം റോമർ 1:18 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നീട് അത് പഠിക്കും കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഞാൻ പറഞ്ഞു പോകാം. എന്താ പൗലോസ് ഇവിടെ പറയുന്നത്? പൗലോസ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ലോകത്തെ ജെന്റൈൽ കമ്മ്യൂണിറ്റി അഥവാ നോൺ ജ്യൂസ് എന്നറിയപ്പെടുന്ന യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും പൗലോസ് ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ട് പറയുക, അവരെല്ലാം പാപികളാണ്. എന്താ കാര്യം കേട്ടെ? ആ വാക്കുകൾ ഇങ്ങനെയാ വായിക്കുന്നത്. ദൈവം തന്റെ ശക്തിയെ, ദൈവം തന്റെ ജ്ഞാനത്തെ പ്രകൃതിയുടെ സൃഷ്ടി മുതൽ മനുഷ്യബുദ്ധിക്ക് തെളിവാകും വിധം പ്രകൃതിയിലൂടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗോഡ് റിവീൽഡ് ഹിംസെൽഫ് ത്രൂ നേച്ചർ. ദൈവം പ്രകൃതിയിലൂടെ ദൈവത്തിന്റെ ശക്തിയെ എല്ലാ മനുഷ്യന്റെയും ബുദ്ധിക്ക് തെളിവാകും വിധം ദൈവം വെളിപ്പെടുത്തി. ഞാൻ അതിനെ വിശദമാക്കാം കുറച്ചുകൂടെ. പൗലോസ് പറയുക, ഓൾ ആർ സിന്നേഴ്സ്, സ്പെഷ്യലി ജെന്റൈൽസ്, ജാതികളായവർ, നോൺ ജ്യൂസ്. അതിന് കാരണം എന്നാ? പൗലോസ് പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാകും വിധം ദൈവം തന്റെ ശക്തിയെ പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തി. അതെങ്ങനെയാ പറയാൻ കേട്ടെ? നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയുടെ മുകളിൽ നമുക്കറിയാവുന്ന കുറെ ഫിയേഴ്സ് ഉണ്ട് അല്ലേ? അതില് ഓസോൺ പാളികൾ എന്നൊക്കെ പറയുന്ന, നമ്മൾ അതിനെ കുടയെന്നാണ് വിളിക്കുന്നത്. നമ്മുടെയൊക്കെ ഭാഷയിൽ കുട. ഓരോ സ്പിയർ മേലെയുണ്ട്.
അല്ലെ? നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ദൈവം തമ്പുരാൻ മനുഷ്യന്റെ തലയ്ക്കു മുകളിൽ വിരിച്ച കുടകളാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തിനാ? ആകാശത്തു നിന്ന് വരുന്ന ഉൽക്കകളെ കത്തിച്ചു കളയാൻ പരുവത്തിൽ തീവ്രതയേറിയും തീഷ്ണതയുള്ളതേറുക ആദ്യത്തെ ലെയർ. അപ്പൊ മനുഷ്യൻ പാർക്കുന്നിടത്തേക്ക് വരാതിരിക്കാൻ അവയെ അത്യുഷ്ണത്താൽ കത്തിച്ചു കളയുന്ന ആദ്യത്തെ സ്ഫിയർ തൊട്ട് മനുഷ്യനിൽ സാധ്യതയുള്ള ദോഷങ്ങൾ, സൂര്യരശ്മിയിൽ നിന്ന് പരക്കാൻ സാധ്യതയുള്ള ദോഷങ്ങളെ അരിച്ചെടുക്കുന്ന ഓസോൺ പാളി വരെ ദൈവം തലയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇത് മനുഷ്യൻ ബുദ്ധി കൊണ്ട് പഠിച്ചതാ. പക്ഷേ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ മനുഷ്യൻ മറന്നുപോയി. ഇതിനെ സൃഷ്ടിച്ചവൻ ആര് എന്ന ചോദ്യം ചോദിക്കാൻ പലപ്പോഴും മനുഷ്യൻ മറന്നുപോയി. വൈഭവമാർന്ന സൃഷ്ടിയെ മനുഷ്യൻ കണ്ടുകൊണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴും ഇതിന്റെ പുറകിലെ സൃഷ്ടിതാവ് ആരാന്ന് ചോദിക്കാൻ മനുഷ്യൻ പലപ്പോഴും താല്പര്യപ്പെട്ടില്ല. ഈ പ്രകൃതി സീസൺ സൃഷ്ടിച്ച, ഈ പ്രകൃതിയിലെ എല്ലാറ്റെയും അതിൻ്റെ നിലയിൽ മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തെ മാത്രം അന്വേഷിക്കാൻ മനുഷ്യൻ പരാജയപ്പെട്ടു. ഇനി ഞാൻ ആ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. റോമലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18 തൊട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഓക്കെ, ഇത് പിന്നീട് ഞാൻ ആവർത്തിക്കും. എങ്കിലും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വായിക്കാം. ആരെങ്കിലും നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിക്കണേ. അനീതി കൊണ്ട് സത്യത്തിലിരിക്കുന്ന മനുഷ്യരുടെ സകലാപത്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി ദൈവം വെളിപ്പെടുത്തി. നീ അടുത്ത വാക്യം വായിച്ചേ. എങ്കിലും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇനി താഴത്തുള്ള വാക്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിച്ചോളാവേ. അപ്പം ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടും ആ ദൈവത്തെ അറിഞ്ഞ് മഹത്വം കൊടുക്കാൻ കഴിയാതെ വണ്ണം അവരായതുകൊണ്ട് തന്നെ അവരെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ വെളിപ്പാടിനോട് പ്രതികരിക്കുന്നതിൽ അവർ തോറ്റുപോയി. നോക്കെ, ഇവിടെ സ്ക്രിപ്ചർ അല്ല മാറ്റർ. സ്ക്രിപ്ചറിൽ കൂടെ അല്ല വെളിപ്പെടുത്തിയ കാര്യം പറഞ്ഞത്. ഇവിടെ പ്രകൃതിയിലൂടെ ദൈവം വെളിപ്പെടുത്തി എല്ലാ മനുഷ്യനും ദൈവത്തെ മനസ്സിലാക്കാൻ പരുവത്തിൽ. പക്ഷേ തിരുവെഴുത്തില്ലാത്ത ഈ മനുഷ്യർ പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തെ തങ്ങളുടെ ബുദ്ധി കൊണ്ട് അറിയാൻ ശ്രമിച്ചില്ല എന്നതാണ് പൗലോസ് പറയുന്നത്. അവർ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞു മൂഢരായി പോയി എന്നൊക്കെയുള്ള വിശദീകരണം പൗലോസ് നൽകുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ പാപം എന്ന് പറഞ്ഞ എന്താണ്? ജാതികളുടെ പാപം. എന്താ ജാതികളുടെ പാപം? ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടും ആ ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി താഴോട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ ദോഷഫലങ്ങൾ പറയുകയാണ്. അവർ സൃഷ്ടിതാവായ ദൈവത്തിന് പകരം സൃഷ്ടിയെ ആരാധിച്ചു. രണ്ടാമത്തെ പ്രശ്നം, അവിടെ ഇമ്മോറാലിറ്റി അവരിൽ സംഭവിച്ചു. ഒരു ദൈവം വെച്ച നാച്ചുറൽ ഓർഡറിനപ്പുറത്ത് ഒരു മാനുഷികമായ ക്രമീകരണത്തിലേക്ക് അവർ വന്നു എന്ന് അത് രണ്ടാമത്തെ പ്രശ്നം കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ ബിഹേവിയറൽ ചേഞ്ചസ്. ഇത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് റോമാലേഖനത്തെ സിസ്റ്റമാറ്റിക് എന്ന് പറയാൻ കാരണം? ഒന്ന്, ഇത് മനുഷ്യരെല്ലാവരും പാപികളാണെന്ന് വെളിപ്പെടുത്തുന്നു 1-ാം അധ്യായത്തിൽ. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരിക. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജൂയിഷ് കമ്മ്യൂണിറ്റി, യഹൂദൻ, അവർ പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന്റെ ആളുകളാ, ഞങ്ങളല്ലാത്ത ഒരു മുഴുവൻ സാത്താന്റെ ആളുകളുമാ. അപ്പൊ ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാണല്ലോ. കാരണം എന്നാന്നറിയോ? ഞങ്ങൾക്ക് പുസ്തകമുണ്ട്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്. അപ്പം മറ്റാർക്കും കിട്ടാത്ത പ്രമാണം ഞങ്ങൾക്ക് കിട്ടി.
അപ്പൊ ഞങ്ങളെപ്പോലെ നല്ലൊരു കമ്മ്യൂണിറ്റി ഇല്ല. 2-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രാരംഭ വാക്യങ്ങളെ മാത്രം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. വായിക്കാമോ? റോമലേഖനം 2:8 തൊട്ട്. അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. വായിച്ചോ. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ശ്രദ്ധിച്ചിട്ടെ. അപ്പൊ സെക്കൻഡ് കമ്മ്യൂണിറ്റി യഹൂദന. അപ്പൊ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഏതാ? എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, പാപത്തിന്റെ സാർവത്രികത. ഒന്നാമത്തെ ഗ്രൂപ്പ് ന്യായപ്രമാണമില്ലാത്ത മനുഷ്യർ. അവർക്കെങ്ങനെ ദൈവം വെളിപ്പെടുത്തിയത്? തന്നെ വെളിപ്പെടുത്തിയത് പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രമാണത്തെയും ദൈവത്തിന്റെ ഹൃദയത്തെയും മനസ്സിലാക്കാൻ അവർക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തു. പക്ഷേ അവർക്ക് ന്യായപ്രമാണം കയ്യിൽ പിടിച്ചെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ചേർത്ത് പറയട്ടെ. റൈറ്റ് ഡോക്ട്രിൻ ഉണ്ടോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം. റൈറ്റ് ഡോക്ട്രിൻ അനുസരിച്ച റൈറ്റ് ലിവിങ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പലരെയും ഖണ്ഡിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഡോക്ട്രിൻ പക്കായ. സത്യമാ. അടുത്തൊരു ചോദ്യം, എന്തിനാണ് ഡോക്ട്രിൻ? നമ്മുടെ ഉപദേശങ്ങൾ ശരിയാണെങ്കിൽ ആ ശരിയായ ഉപദേശം നമ്മുടെ ശരിയായ ജീവിതം കൊണ്ട് സപ്പോർട്ട് ചെയ്യപ്പെടുന്നതാവണം. വേണ്ടേ? ഞാൻ സ്നാനപ്പെട്ടു, സ്നാനം റൈറ്റ് ഡോക്ട്രിനാ. അത് ഒരാൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്നതാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. ഇനി അടുത്തൊരു ചോദ്യം, എന്തിനാ ഇത് ചെയ്തേ? ലക്ഷ്യം നിവർത്തിക്കപ്പെടാത്ത കർമ്മങ്ങളല്ല ഉപദേശങ്ങൾ. കേട്ടോ, നമ്മൾ കർമ്മം ചെയ്തത് അതിന്റെ പുറകിൽ ഒരു പർപ്പസ് പൂർത്തീകരിക്കാൻ വേണ്ടിയാ. എന്തിനാ സ്നാനപ്പെട്ടെ? കർത്താവിനോട് ചേർന്ന് നടക്കുകയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുക. എന്തിനാ സ്നാനപ്പെട്ടത്? ഒരു പുതിയ മനുഷ്യനെ ധരിക്കുക, ഒരു ന്യൂ സെൽഫ്, ഒരു പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറുക. അപ്പം ഞാൻ കർമ്മം ചെയ്തെങ്കിലും അതിന്റെ അർത്ഥം നിവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കർമ്മം കൊണ്ട് എന്താ പ്രയോജനമുള്ള? അപ്പൊ യഹൂദൻ പറഞ്ഞു ഞങ്ങൾക്ക് പ്രമാണമുണ്ട്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് റൈറ്റ് ഡോക്ട്രിൻ ഉണ്ട്. പൗലോസ് ചോദിക്കുന്നു, ഈ പ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് എന്താ കാര്യം? അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതൊക്കെ നമ്മൾ ഇനി ആവർത്തിക്കാം, കാരണം പാപത്തുള്ള ബന്ധത്തിൽ എനിക്കത് വിശദീകരിക്കാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറയുകയാണ് ജാതികൾ പാപികളാണ്, കാരണം ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തി, പക്ഷെ അതിനോട് അവർ പ്രതികരിച്ചില്ല. രണ്ടാമത്തെ ഭാഗത്തേക്ക് പൗലോസ് പറയുക, പ്രമാണമുള്ള യഹൂദൻ പ്രമാണം കയ്യിൽ പിടിച്ചെങ്കിലും പ്രമാണം വിട്ടു ജീവിച്ചു. പൗലോസ് എഴുതി നിങ്ങളും പാപികളാണ്. റോമലേഖനം 3:23 വായിക്കാവോ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി. ആ വാക്യം നമുക്ക് നിർത്തിയിട്ട് പോകാം. അപ്പം ഒരു വ്യത്യാസവും ഇല്ല. യഹൂദൻ ജാതിയെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ എന്തോ ആണെന്ന് ചിന്തിക്കുന്ന യഹൂദ, നീയും പ്രമാണമില്ലാത്ത ജാതിയും ഒരുപോലെ പാപത്തിന്റെ കീഴിലാണ്. കേട്ടോ, ഞാൻ ഈ സിസ്റ്റമാറ്റിക് എന്ന വാക്കിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ആദ്യം പാപത്തിന്റെ സാർവത്രികതയെ കൊണ്ടുവന്ന് 3:23 പൗലോസ് പ്രഖ്യാപിക്കുക, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോടതിക്ക് മുമ്പിൽ യഹൂദനും ജാതിയും ഒന്നടങ്കം നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടു കൂട്ടരും കുറ്റക്കാരാണ്. പക്ഷേ വേദപുസ്തകത്തിന്റെ പ്രത്യേകത,
മനുഷ്യന്റെ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടുക മാത്രമല്ല, അതിന് പരിഹാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ യൂണീക്നെസ്. എന്താണ് വേദപുസ്തകത്തിന്റെ പ്രത്യേകത? ഒരു മനുഷ്യന്റെ തെറ്റിനെതിരെ ചൂണ്ടി നീ തെറ്റുകാരനാണെന്ന് പഠിപ്പിക്കുന്നതല്ല വിശുദ്ധ ബൈബിളിന്റെ പ്രമാണം. നിനക്ക് പരിഹാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നോ? നമ്മൾ പഠിക്കുന്ന, നമ്മൾ എന്തെന്ന, നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിന്റെ പ്രത്യേകത ഒരു മനുഷ്യനെ കുറ്റക്കാരനായി മുദ്ര കുത്തുകയല്ല, അവൻ അതിൽ നിന്ന് മടങ്ങി വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു വാക്കിങ്ങനെയുണ്ട്: വേദപുസ്തകം വിശ്വസിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട കാര്യം ഇപ്പോഴും സാധ്യതയുണ്ട് എന്നതാണ് വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇപ്പോഴും സാധ്യതയുണ്ട്. എന്തിന്? മടങ്ങി വരാൻ. എന്തിന്? പുനരാരംഭിക്കാൻ. എന്തിന്? ഏറ്റുപറയാൻ. അല്ലേ? അതാണ് വേദപുസ്തകത്തിന്റെ പ്രത്യേകത. എല്ലാവരും പാപികളാണെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുകയല്ല, പാപികളെന്ന് പറഞ്ഞ് മനുഷ്യന് പരിഹാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. എന്താ പരിഹാരം? 23:24 വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. എന്താണ് പരിഹാരമാർഗം? ക്രിസ്തുവിലേക്ക് വരിക. അപ്പം ആദ്യം പ്രശ്നം പറഞ്ഞു, പിന്നെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ പറഞ്ഞു. കർത്താവിങ്കലേക്ക് വരിക, പാപമോചനം ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഞാൻ ഈ എഴുത്തിനെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഡോക്ട്രിനൽ ബുക്ക് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഞാനല്ല, പൊതുവെ വേദപണ്ഡിതന്മാർ അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചു വരുന്നത്. സിസ്റ്റമാറ്റിക് ആയ ഡോക്ട്രിനൽ ടെക്സ്റ്റ് എന്ന് റോമാലേഖനത്തെ വിളിക്കാൻ കാരണം ഇതാണ്. പാപം എന്താണ് വിശദമാക്കി, പാപി ആരാണെന്ന് വിശദമാക്കി, അതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് വിശദമാക്കി. ഇനി ആ പുസ്തകം മുമ്പോട്ട് പോവുക. ആൾക്കാർ ചോദിച്ചു, യേശുവിൽ വിശ്വസിക്കുന്നതിന് വലിയ പ്രയോജനം വല്ലതും ഉണ്ടോ? അത് ഈസ് ഇറ്റ് പോസിബിൾ എന്ന അവരുടെ ചോദ്യം. വിശ്വാസത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റോമർ 4, ദ എവിഡൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ തെളിവ്. റോമർ 4 സംഭവം എന്നാന്ന് ഓർക്കുന്നുണ്ടോ? ഇസ്രായേലിന്റെ തലതൊട്ടപ്പനായ അബ്രഹാമിന്റെ കുടുംബത്തെ ദൈവം ഈ നിലയിൽ കൊണ്ടുവന്നത് വിശ്വാസം കൊണ്ടാണ്. കേട്ടോ, വിശ്വാസത്തിന്റെ വലിപ്പമാണ് റോമർ 4 വിശദമാക്കുന്നത്. അപ്പൊ സിസ്റ്റമാറ്റിക് റൈറ്റിംഗ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം പാപം, പാപത്തിന്റെ പരിഹാരം, ആ പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തുവുള്ള വിശ്വാസത്തിന്റെ വലിപ്പം, അത് റോമർ 4 വിശദമാക്കുന്നു. ഇനി റോമർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരാൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവർ വരുന്ന ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മികതയുടെ ആദ്യത്തെ സ്റ്റെപ്പ് റോമർ 5 വിശദമാക്കുക. ഏതാ ആത്മികത ആദ്യത്തെ സ്റ്റെപ്പ്? ഇറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. കേൾക്കണം, ഞാൻ ആ വാക്കിനെ ഒന്ന് വിശദീകരിച്ചിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചു കിട്ടാൻ ഞാൻ എഴുതാന് സമയം തരാം, ആവർത്തിച്ചോളാം. 3 സ്റ്റേജുകളാണ് നമ്മുടെ ആത്മീക ജീവിതത്തിനുള്ളത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ജസ്റ്റിഫിക്കേഷൻ, മലയാളത്തിൽ അതിനെ നീതീകരണം എന്ന് വിളിക്കും. ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് സാങ്ക്ടിഫിക്കേഷൻ, മലയാളത്തിൽ അതിന്റെ വിശുദ്ധീകരണം എന്ന് വിളിക്കും. ദ തേർഡ് സ്റ്റേജ് ഇസ് ഗ്ലോറിഫിക്കേഷൻ, മലയാളത്തിൽ മഹത്വീകരണം എന്ന് വിളിക്കും. ഈ 3 സ്റ്റേറ്റുകളെയും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ 3 നിലകളെയും റോമർ 5, റോമർ 6, 7, റോമർ 8 അധ്യായങ്ങളിൽ പൗലോസ് ക്രമാനുഗതമായി വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പം ഒരാൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്നറിയാമോ? ജസ്റ്റിഫിക്കേഷൻ, ചാപ്റ്റർ 5. അപ്പം ഒരാൾ കർത്താവിലെ വിശ്വസിക്കുമ്പോൾ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ നില എന്ന് പറയുന്നത് നീതീകരണമാണ്. റോമർ 5-ാം അധ്യായം ഒക്കെ നമ്മുടെ ചിന്ത ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് റോമാലേഖനത്തെ സിസ്റ്റമാറ്റിക് ഡോക്ട്രിനൽ റൈറ്റിംഗ് എന്ന് വിളിക്കുന്നത് എന്നാണ് ഞാൻ വിശദീകരിച്ചു വരുന്നത്. 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ വലിപ്പം കാണിച്ച ശേഷം 5-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഒരാൾ കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ അവിടെ ആദ്യത്തെ സ്റ്റേജിലേക്ക് അവരെത്തി. ഏതാദ്യത്തെ സ്റ്റേജ്? നീതീകരണം. നീതീകരണം എന്താന്ന് ഞാൻ പിന്നീട് വിശദമാക്കിക്കോളാം. പാപിയായ ഒരു മനുഷ്യനെ
പാപം മോചിച്ചെന്നും അവൻ ഇനി പാപിയല്ലെന്നും ദൈവം ഡിക്ലെയർ ചെയ്യുന്ന സ്ഥിതിയാണ് നീതീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കണ്ടോ? കർത്താവേ, ഞാൻ പാപിയ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുമ്പോൾ കർത്താവോട് പറയുക, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു. അപ്പം എന്നെ കർത്താവ് ഡിക്ലെയർ ചെയ്യുക, ഒരു കോടതി ഭാഷയാണ്, എന്നെ ഡിക്ലെയർ ചെയ്യുക, നീ നീതിമാനാണ്, നീതീകരിക്കപ്പെട്ടവനാണ്, ഇനി നിന്റെ മേൽ കുറ്റമില്ല. ഇത് ആത്മീകതയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണേ. ആത്മീകതയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം. അതിന്റെ വിശദമായ ഭാഗമാണ് റോമർ 5 പൗലോസ് വിശദമാക്കുന്നത്. അത് ഒരാൾ യേശുവിനെ സ്വീകരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ സംഭവിക്കുന്ന ഒന്നാണ് ജസ്റ്റിഫിക്കേഷൻ. ഇനി കേൾക്കൂ, യേശുവിനെ ഒരാൾ സ്വീകരിച്ചത് മുതൽ ആ മനുഷ്യന്റെ മരണം വരെ, അല്ല, യേശുവിന്റെ മടങ്ങി വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് ആത്മീക ജീവിതത്തിലെ സെക്കൻഡ് സ്റ്റേജായ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ചാപ്റ്റർ 6 and 7 നമ്മൾ ഇതിനൊക്കെ പിന്നീട് പഠിക്കും. വിശുദ്ധീകരണത്തിന്റെ വഴികൾ എന്താണ് വിശുദ്ധീകരണം എന്നൊക്കെ നമ്മൾ പഠിക്കാൻ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ സ്പർശിക്കുമ്പോൾ ആ ഭാഗം മുഴുവൻ നമ്മൾ പഠിപ്പിച്ചേ പോകുള്ളൂ. കേട്ടെ, പലപ്പോഴും രക്ഷിക്കപ്പെട്ടതോടുകൂടെ ജീവിതം തീർന്നെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അല്ല, റോമർ 6 and 7 പൗലോസ് വിശദമാക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ അവർ വിശുദ്ധീകരണത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് പോകണം. കേട്ടോ? അതുകൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടുന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം തീർന്നെന്നല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവജനം വിശുദ്ധ ജീവിതത്തിന്റെ പങ്കാളികളാവണം. മലിനപ്പെടുത്തുന്ന എന്തിൽ നിന്നും മാറി നിൽക്കാൻ ദൈവം മാറ്റി നിർത്തി എന്നതാണ് വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം നിർത്തിയെടുത്ത് നിൽക്കുന്നവനാണ് ശരിയായ വിശുദ്ധൻ. കേട്ടോ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, വേദപുസ്തകത്തിന്റെ വിശുദ്ധി എക്സ്റ്റേണൽ അല്ല, വേദപുസ്തകത്തിന്റെ വിശുദ്ധി ഇന്റേണൽ ആണ്. അകത്ത് നിന്നുണ്ടാകുന്ന ബോധ്യങ്ങളാവണം പുതിയ നിയമത്തിന്റെ വിശുദ്ധ ജീവിതമായി വെളിപ്പെടേണ്ടത്. അത് ഞാൻ പിന്നീട് വിശദമാക്കുന്നുണ്ട്. ആ ഭാഗവും പെട്ടെന്ന് പറഞ്ഞു പോവുക. ഏതാധ്യായം? 6, 7. എന്തുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ സ്പർശിച്ചു വന്നത്. അതിന്റെ ഒരു തെളിവ് മാത്രം കൊണ്ടുവരുന്നു. നോക്കിക്കേ, റോമർ 5 അധ്യായത്തിൽ നീതീകരണം, അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മളായിരിക്കും നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലാണ്. എന്താ സെക്കൻഡ് സ്റ്റേജ്? വിശുദ്ധീകരണം. വിശുദ്ധീകരണം. എല്ലായിടത്തും നമ്മുടെ വിശുദ്ധി പാലിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരണം. അതിനുവേണ്ടി ശ്രമിക്കണം. മരണം വരെ അതിനുവേണ്ടി പോരാടുകയും വേണം. നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ആത്മീയതയുടെ സെക്കൻഡ് സ്റ്റേജായ വിശുദ്ധീകരണം. അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ വില കൊടുക്കാൻ കഴിയണം. ഞാൻ മുമ്പോട്ട് പോകുന്നു. റോമർ 8 വരുമ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേജ് വരിക. നമ്മുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഗ്ലോറിഫിക്കേഷൻ അഥവാ മഹത്വീകരണം സംഭവിക്കുന്നു. അതായത് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വയും മർത്യമായത് അമർത്യത്വയും സ്വീകരിക്കുന്ന ഒരു സ്ഥിതി. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത ആ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നാണ് റോമർ 8 നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, പാപിയായ മനുഷ്യൻ മഹത്വത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ഓരോ കാര്യത്തെയും വളരെ ക്രമാനുഗതമായി, അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റമാറ്റിക് എന്ന് ഉദ്ദേശിച്ചത്, ക്രമാനുഗതമായി പഠിപ്പിക്കാനാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് റോമാലേഖനം നാം പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു വിശ്വാസി പഠിക്കുന്ന ആദ്യത്തെ പുസ്തകം റോമാലേഖനമായിരിക്കണമെന്ന്. ഒരു വിശ്വാസി പഠിക്കുന്ന ആദ്യത്തെ പുസ്തകം റോമാലേഖനമായിരിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം അതിന്റെ ഈ സിസ്റ്റമാറ്റിക്കായ സ്റ്റൈലാ. ഇത്തരം കാര്യം ക്ലിയർ ആയോ? ആവർത്തിക്കണോ? വേണേ പറയാം, ആവർത്തിക്കാൻ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ എടുക്കുന്നതും നിങ്ങൾ പ്രയത്നം ചെയ്യുന്നതും നിങ്ങൾ കാത്തിരിക്കുന്നതും. ഇത്രയും ക്ലിയർ ആയോ? ഒന്നുകൂടെ ആവർത്തിക്കണോ? ഒന്നുകൂടെ പറയാം. റോമാലേഖനത്തെ എന്തുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ഡോക്ട്രിനൽ റൈറ്റിംഗ് എന്ന് പറയാൻ കാരണം, ഒന്ന്,
മനുഷ്യന്റെ യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, മനുഷ്യന്റെ പാപത്തിന്റെ സാർവത്രികത, അത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, പ്രമാണമില്ലാത്ത യഹൂദൻ, പ്രമാണമില്ലാത്ത ജാതികൾ എല്ലാവരും പാപികളാണെന്ന് പറയുന്നു. അതിന് പൗലോസ് നിരത്തുന്ന കാരണം, ദൈവത്തെ അറിഞ്ഞിട്ടും പ്രകൃതിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അതിൽ പരാജയപ്പെട്ട മനുഷ്യൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പരാജയപ്പെട്ട മനുഷ്യൻ പിന്നീട് പാപങ്ങളുടെ ആഴമായ നിലയിലേക്ക് അവൻ താണുപോയി എന്ന് റോമാലേഖനം 1-ന്റെ അവസാന ഭാഗങ്ങളിൽ പൗലോസ് വിശദമാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പം യഹൂദനെ കുറിച്ച് പറയുക, യഹൂദനും പാപിയാണ്. 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയും, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപികളാണ്. അങ്ങനെയാണെങ്കിൽ പരിഹാരമാർഗം എന്നാ? 3-ന്റെ 24, കർത്താവ് യേശു ക്രിസ്തുവാണ് പാപത്തിന്റെ പരിഹാരകൻ. മുമ്പോട്ടുള്ള വാക്കുകൾ വിശദീകരിക്കുക. എങ്ങനെയാണ് ഈ പരിഹാരം നടക്കുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ. ക്വസ്റ്റ്യൻ ഉയരുന്നു, വിശ്വാസത്തിന് ഇത്ര ശക്തിയുണ്ടോ? ഉണ്ട്. പൗലോസ് പറയുന്നു റോമർ 4-ൽ, അബ്രഹാമിന്റെ വിശ്വാസമാണ് അബ്രഹാമിന്റെ കുടുംബത്തെ ഈ ഒരു നിലയിൽ കൊണ്ടുവന്നതും ഇസ്രായേലിലെ പിന്തുടർച്ചയ്ക്ക് കാരണമായതും. ഇനി റോമർ 5, യേശുവിങ്കലേക്ക് വന്ന ഒരു മനുഷ്യന്റെ ഫസ്റ്റ് സ്റ്റേജ്, അത് നീതീകരണമാണ്. യേശുവിങ്കലേക്ക് വന്ന ഒരു മനുഷ്യന്റെ സെക്കൻഡ് സ്റ്റേജ്, നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞ മനുഷ്യൻ വിശുദ്ധ ജീവിതത്തിന്റെ വഴിയിലാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് നാം ആയിരിക്കുന്നത് ഈ നിലയിലാണ്. താമസം വിനാ നമ്മുടെ ജീവിതത്തിൽ അവസാന കാലഘട്ടത്തിലേക്ക് നാം എത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന 3-ാമത്തെ സ്റ്റേജാണ്, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽക്കും. നമുക്ക് മുമ്പേ ലോകം വിട്ട് മരിച്ചുപോയവർ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിന്റെ സന്നിധിയിലെത്തും. ഇത് നമ്മുടെ ഭാവി പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെങ്കിൽ കരമുയർത്തി കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. യെസ്. ഇനി എന്തുകൊണ്ടാണ് റോമാലേഖനത്തെ നാം പഠനത്തിനായി തിരഞ്ഞെടുത്തത്? രണ്ടാമത്തെ കാരണം ഞാൻ പറയാം. റോമാലേഖനം പ്രാക്ടിക്കൽ ലൈഫിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. പ്രാക്ടിക്കൽ ലൈഫിന് കൊടുക്കുന്ന പ്രാധാന്യം. ചിലര് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയാറുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ലൈഫ് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ ആ വാക്ക് ചേർക്കുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫിന്, പ്രായോഗിക ജീവിതത്തിന് റോമാലേഖനം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് കേട്ടോ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളത് നമുക്ക് ആ വാക്ക് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാക്ടിക്കൽ ആവണം. പിന്നെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള വാക്കൊരു എഴുച്ചുകെട്ടൽ പോലെ ഒന്നുണ്ട്. ഞാൻ പറയുന്നു പ്രാക്ടിക്കൽ ലൈഫ്, ഒരു ദൈവ പൈതന്റെ പ്രായോഗിക ജീവിതം എങ്ങനെയാവണം. നിങ്ങൾ കേട്ട ഇതിന്റെ മനോഹര ചിന്ത ഞാൻ പറയാം. റോമലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായം ഡോക്ട്രിനലാണ്. റോമലേഖനം 1-ാം അധ്യായം മുതൽ 8 വരെ ഡോക്ട്രിനൽ ടീച്ചിങ് ആണ്. 9 to 11 ഫ്യൂച്ചറിസ്റ്റിക്ക, ഇസ്രായേലിനോട് ബന്ധപ്പെട്ടതാണ്. റോമലേഖനം 9 മുതൽ 11 വരെയുള്ള അധ്യായം. പക്ഷെ 12 തൊട്ട് 16 വരെയുള്ള അധ്യായം പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത ഉപദേശങ്ങൾ മാത്രമല്ല ഉള്ളത്, ഉപദേശം അനുസരിച്ച് എങ്ങനെ ജീവിക്കാമെന്നുകൂടെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പൗലോസിന് ഉപദേശം മാത്രം മതിയെങ്കിൽ 9-ാം അധ്യായം കൊണ്ട് നിർത്തായിരുന്നു. ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരു കാര്യം കൂടെ ചേർക്കണമെങ്കിൽ 11-ാം അധ്യായം കൊണ്ട് നിർത്തായിരുന്നു. അല്ല, 12 തൊട്ടുള്ള അധ്യായങ്ങൾ വളരെ പ്രാധാന്യമുള്ള. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സഭയുടെ അകത്തുള്ള വ്യക്തിബന്ധങ്ങൾ എങ്ങനെ ആവണമെന്ന് പഠിപ്പിക്കുകയാണ് റോമർ 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ. ലോക്കൽ ചർച്ചസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. വ്യക്തികൾ തമ്മിലുള്ള ആന്തരിക ബന്ധങ്ങൾ. അല്ലേ? നമുക്കൊക്കെ ഡോക്ടറിൻ ഇഷ്യൂവിനേക്കാളും ഏറ്റവും പ്രാക്ടിക്കലായ പ്രശ്നം എന്ന് പറയുന്നത് ദൈവജനം തമ്മിലുള്ള അകത്തെ ബന്ധം പലപ്പോഴും ശരിയാകുന്നില്ല എന്നതാണ് സഭകൾ, ലോക്കൽ സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. കണ്ടില്ല, സപ്പോർട്ട് ചെയ്തില്ല, അത് പറഞ്ഞു, ക്ഷമിച്ചില്ല എന്നതൊക്കെയാണ് സഭകളുടെ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ, പ്രാവർത്തിക വിഷമതകൾ.
പക്ഷെ പൗലോസ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുക, നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം. നോക്ക്, ആ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് വിശദമാക്കുന്നത് നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തി ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നോക്കിക്കേ, പൗലോസ് പറയുന്ന ആ ഭാഗങ്ങളെ ഞാൻ ഇങ്ങനെ പറയുന്നു. ഒന്ന് നമ്മൾ സ്നേഹത്തിന്റെ നിയമങ്ങൾ പാലിക്കണം. എങ്ങനെയാണ് നമുക്ക് വ്യക്തിബന്ധങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? 12-ാം അധ്യായം മുതൽ പൗലോസ് വിശദമാക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ സ്നേഹത്തിന്റെ പ്രിൻസിപ്പിൾ, സ്നേഹത്തിന്റെ തത്വങ്ങൾ പാലിക്കുന്നവരാകണം. കേട്ടെ, ഞാൻ ഒരു വാക്കിൽ അത് വിശദീകരിക്കാം, പിന്നീട് ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കും. സ്നേഹത്തിന് വാക്കല്ല വലുത്, സ്നേഹത്തിന്റെ തത്വമാണ് വലുത്. സ്നേഹമെന്ന് പറയുന്നത് വാക്കല്ല, സ്നേഹമെന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ നന്നാക്കാൻ കഴിയുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് സ്നേഹത്തിന്റെ തത്വങ്ങൾ പ്രമാണിക്കുക. ഞാൻ പിന്നീട് അത് ഈ 2-3 പോയിന്റ് പറഞ്ഞ ശേഷം ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. 2, അംഗീകരിക്കുക. ഒന്ന്, എങ്ങനെയാണ് നമുക്ക് വ്യക്തിബന്ധങ്ങളെ വളർത്താൻ കഴിയുന്നത്? ഒന്ന്, സ്നേഹത്തിന്റെ തത്വങ്ങളെ അംഗീകരിക്കുക. 2, മറ്റുള്ളവരെ അംഗീകരിക്കുക. 3, ക്ഷമിക്കാൻ പഠിക്കുക. 4, പരസ്പരം സഹകരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ എങ്ങനെ നമുക്ക് വളർത്താൻ കഴിയും? 1, സ്നേഹത്തിന്റെ തത്വം മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലവ്. 2, മറ്റുള്ളവരെ അംഗീകരിക്കുക. 3, മറ്റുള്ളവരോട് ക്ഷമിക്കുക. 4, മറ്റുള്ളവരോട് സഹകരിക്കുക, അഥവാ പരസ്പര സഹകരണം. ഞാൻ ഈ 3 ഇംഗ്ലീഷ് വാക്കുകളോടൊന്ന് ഇതിനോട് ചേർത്ത് പരിചയപ്പെടുത്താവേ. നമുക്ക് പരിചയമുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കുക. ഡിപ്പെൻഡൻസ്, മറ്റുള്ളവരെ ആശ്രയിക്കുക. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. 2-ാമത്തെ വാക്കുണ്ട് ഇൻഡിപെൻഡൻസ്. എനിക്ക് ആരും വേണ്ട എന്ന മനോഭാവമുള്ളവരും ദൈവസഭയിലുണ്ട്. 1-ാമത്തെ ഭാഗം ഡിപ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ അവൻ എൻ്റെ അടുക്ക വരട്ടെ, അവൻ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ എൻ്റെ അടുക്ക വരണം, ഡിപ്പെൻഡ് ചെയ്യണം. 2-ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, അവര് പറയുക എനിക്ക് ആരും വേണ്ട. ഇത് രണ്ടും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. സഭയുടെ ബന്ധം ഇന്റർഡിപ്പെൻഡൻസ് ആണ്. ഇന്റർഡിപ്പെൻഡൻസ് ആണ്. അറിഞ്ഞുകൊണ്ട് ഇടപെടുക. ഇതാണ് ദൈവം തന്റെ ജനത്തിന് ആഗ്രഹിക്കുന്നത്. ഞാൻ ആ 3 വാക്കുകൾ ഒന്നുകൂടെ പറയാം. ഡിപ്പെൻഡന്റ്, എന്നെ ഞാൻ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയണ്ടേ. ഇത് വേദപുസ്തകത്തിന്റെ പ്രമാണമല്ല, പറഞ്ഞ ചെയ്യുന്നതല്ല വേദപുസ്തകത്തിന്റെ പ്രമാണം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ വേദപുസ്തകത്തിന്റെ പ്രമാണം. കേട്ടോ? അരി വാങ്ങാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യണോ, അതോ അരിയില്ല എന്ന് പറയാതെ ഒരുവനെ അറിഞ്ഞു ചെയ്യണോ? അപ്പൊ ഈ 3 കൂട്ടരും ദൈവസഭയിലുണ്ട്.
ഒന്നത്തെ കൂട്ടരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരും, അങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ട്. രണ്ടാമത്തെ കൂട്ടർ പറയുന്നു, എനിക്ക് ആരും വേണ്ട, ഞാൻ ഇൻഡിപെൻഡന്റാ, അവരെയും കൊണ്ടും ദൈവസഭയ്ക്ക് വലിയ ഗുണമൊന്നും വരികയില്ല. പക്ഷെ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിനെ ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്നു, ഇന്റർ ഡിപ്പെൻഡൻസ്. കേട്ടോ, ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വ്യക്തിബന്ധങ്ങളെ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ ഗ്രൂപ്പിനെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. എന്നറിയാവോ? അവർ അറിഞ്ഞ് സഹകരിക്കും, അറിഞ്ഞ് കരുതും, അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നമ്മെ വിളിച്ചത് ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് നിൽക്കാൻ വേണ്ടിയാണ്. ഞാൻ പിന്നീട് ഇത് കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്നുകൂടെ ആവർത്തിച്ചേക്കാം. സഭകൾ നേരിടുന്ന പ്രാക്ടിക്കലായ തലമെന്ന് പറയുന്നത് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ വിഷമതയാണ് സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? എന്തുകൊണ്ടാണ് സഭ പരസ്യകോലമാകുന്നത്? എന്തുകൊണ്ടാണ് സഭയിലെ അടി പൊതുസമൂഹങ്ങളിലെ ചർച്ചകളാകുന്നത്? രാഷ്ട്രീയക്കാർ ഒന്നിച്ചുകൂടി ഉണ്ടാക്കുന്ന പലതിനെയും സമൂഹം വിമർശിക്കുന്നതിനേക്കാൾ കഠിനമായിട്ടല്ലേ നമ്മുടെ പല കാര്യങ്ങളെയും സമൂഹം വിമർശിക്കുന്നത്? എന്താ ഇവിടുത്തെ പ്രശ്നം? പ്രശ്നം മറ്റൊന്നല്ല, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നേരിടുന്ന വിഷമതകൾ. ഈ ചിന്ത മനസ്സിൽ വെച്ചോണ്ട് റോമാലേഖനം 12:4, 5, 6 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുക. ഓക്കെ, അതിന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, വായിക്കാം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. മൂന്നാം വാക്യം തൊട്ട് വായിക്കാവോ? മൂന്നാം വാക്യം തൊട്ട്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ ഒരൊറ്റ വാക്കൊന്ന് വിശദീകരിച്ചോളാവേ. നമ്മുടെ ബന്ധങ്ങളെ നേരെയാക്കാൻ, സഭയുടെ ആന്തരിക ബന്ധങ്ങളെ നേരെയാക്കാൻ ഉള്ള ആദ്യത്തെ പരിഹാര മാർഗം ഞാൻ എന്തോ ആണെന്ന് ആരും ചിന്തിക്കാതിരിക്കുക, അല്ലെ? എത്ര മനോഹരമായിട്ടാ പൗലോസ് ആ പ്രാക്ടിക്കൽ തലത്തിലേക്ക് സഭയെ കൊണ്ടുപോകുന്നേ. ഒരു സഭയിൽ ഒരാൾ ചിന്തിക്കുക ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ സഭയ്ക്കൊരു തലവേദനയാകാതിരിക്കുകയില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നു, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറഞ്ഞത് മാത്രമേ നടപ്പാക്കാവൂ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, അല്ലെ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുതെന്ന് പൗലോസ് പറഞ്ഞത്. ഞാൻ എന്തോ ആണെന്നൊരു തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ അവിടെ വ്യക്തിബന്ധങ്ങൾ ശുഭമാകുകയില്ല. ക്ലിയർ ആവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ സഭകൾ നേരിടുന്ന പ്രശ്നം? ഞാൻ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു കൂട്ടുന്നവർ. ഇനി അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയില്ല, അവരിങ്ങോട്ട് വരട്ടെ. ഇതല്ല ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. ഈ പറയുന്ന എന്നിലും എൻ്റെ ഈഗോ പ്രവർത്തിക്കുമ്പോൾ, ഞാനെന്ന വ്യക്തിത്വത്തിന് വലിപ്പം കൂട്ടാൻ ഞാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, പോകേണ്ടുന്ന ഞാൻ പലർക്കു വേണ്ടിയും വരേണ്ടതിന് കാത്തു നിൽക്കുക. ക്രിസ്ത്യൻ മിഷൻ കമ്മിങ് അല്ല, ക്രിസ്ത്യൻ മിഷൻ ഗോയിങ് ആണ്. പോകുക എന്നുള്ളതാ ക്രിസ്ത്യൻ മിഷൻ, അല്ലെ? അങ്ങോട്ട് ചെല്ലുക. ഇങ്ങോട്ട് നീട്ടപ്പെടുന്ന കൈകൾ സ്വീകരിക്കുന്നതിന് പകരം അങ്ങോട്ട് ചെന്ന് കൈകൾ നീട്ടുക, മനസ്സ് കാണിക്കണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. പിന്നീട് ഞാൻ വിശദീകരിച്ചോളാം. പ്രാക്ടിക്കലി നാം നേരിടുന്ന ഏറ്റവും വലിയ വിഷമതകളൊന്ന് ദൈവജനം തമ്മിലുള്ള ബന്ധമാണ്. റോമർ 13 വരുമ്പോ പൗലോസ് അടുത്ത ആശയം പറയുക, അധികാരികളും സമൂഹവും. അവിടെ നടുവിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താവണം? റോമർ 14 ക്രിസ്തീയ വിശ്വാസം വ്യത്യസ്തതയുടെ നടുവിൽ എങ്ങനെയാവണം? റോമർ 15 ക്രിസ്തീയ വിശ്വാസവും ബലഹീനരും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ഞാൻ ഒന്നുകൂടെ പറയാം. റോമർ 12 വരുമ്പോ പൗലോസ് പറയും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ
13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അധികാരികളോടും സമൂഹത്തോടുമുള്ള നമ്മുടെ മനോഭാവം എന്താവണം? 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസം വ്യത്യസ്തതകളുടെ നടുവിൽ എന്താവണം? എങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റികളുടെ നടുവിൽ ജീവിക്കുന്നത്? അതാണ് 14-ാം അധ്യായത്തിൽ പൗലോസ് വിശദമാക്കുന്നത്. 15-ലേക്ക് വരുമ്പോ കുറച്ചുകൂടെ മാറുക. ശക്തരായ വിശ്വാസികളും ബലഹീനരായ വിശ്വാസികളും. അപ്പോ ഈ ഭാഗങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. റോമർ 1-8 വരെയുള്ള അധ്യായങ്ങളിൽ ഡോക്ട്രിനും, 9, 10, 11 അധ്യായങ്ങളിൽ ഫ്യൂച്ചറും, 12-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ, അഥവാ 15-ാം അധ്യായം വരെ പൗലോസ് പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ശരിയായ ഉപദേശങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാം ശരിയായെന്നില്ല. നമുക്കിങ്ങനെ എഴുതാം: ശരിയായ ഉപദേശം ശരിയായ ജീവിതത്തിനാണ്. എന്തിനാണ് റൈറ്റ് ഡോക്ട്രിൻ? ശരിയായ ജീവിതത്തിനാണ്. നമ്മൾ പലരുടെയും അടുക്കൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഡോക്ട്രിൻ ശരിയാ, പക്ഷെ ഒറ്റൊരു ചോദ്യം, ഞങ്ങളുടെ ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? നമുക്ക് ശരിയായ ഉപദേശത്തെ ശരിയായ ജീവിതം കൊണ്ട് തെളിയിക്കണം. എൻ്റെ ഉപദേശവും എൻ്റെ ജീവിതവും പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നതാവണം നമ്മുടെ ആത്മീകത. അപ്പൊ റോമാലയത്തിന് 2 പ്രാധാന്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇത് സിസ്റ്റമാറ്റിക്കായ ക്രിസ്ത്യൻ ഡോക്ട്രിനെ പഠിപ്പിക്കുന്നതാണ്. 2, റോമാലേഖനം പ്രാക്ടിക്കൽ ലൈഫിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് റോമാലേഖനത്തിന്റെ 2ാമത്തെ പ്രത്യേകത. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തികൾ, സഭയുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധം തൊട്ട് മുമ്പോട്ട് പോവുക. ഞാൻ അതിൽ ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ, മറ്റു വാക്കൂടെ ഞാൻ പറയട്ടെ. ഇൻഡിപെൻഡന്റ് ആയ ആറ്റിറ്റ്യൂഡ് കൊള്ളുകയില്ല. ഡിപ്പെൻഡൻസ് അഥവാ ആശ്രിതരായി ജീവിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡും കൊള്ളുകയില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ബന്ധങ്ങളെ ശക്തമാക്കാൻ, ഇന്റർഡിപ്പെൻഡൻസ് അല്ലേ? പരസ്പരാശ്രിതത്വം. ഇവിടെ ഒരു വാക്ക് ചേർത്ത് പറയാനുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. തൊഴിലുകൊണ്ടൊരു വ്യക്തിയെയും അംഗീകരിക്കുകയോ തൊഴിലുകൊണ്ടൊരു വ്യക്തിയെ തിരസ്കരിക്കുകയോ അരുത്. വ്യക്തിയെ വ്യക്തിയായി അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവരായി മാറുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു വ്യക്തിയുടെ തൊഴിൽ വെച്ച് ഒരു മനുഷ്യന് വലിയവനായോ ഒരു മനുഷ്യന്റെ തൊഴിൽ വെച്ച് ഒരാളെ ചെറിയവരായോ കാണരുത്. തൊഴിലല്ല വ്യക്തിയുടെ മൂല്യം തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി ചെയ്യുന്ന തൊഴിൽ എന്തുമാവട്ടെ, സത്യസന്ധമായ ഏത് തൊഴിൽ ചെയ്യുന്നവരെയും തൊഴിൽ വെച്ച് വില കൂട്ടരുത്, കണക്കാക്കരുത്. വിലയുള്ളവരോ വില കുറഞ്ഞവരോ ആകരുത്. ഒരു വ്യക്തിയെ വ്യക്തിയായി പരിഗണിക്കുന്ന മനോഭാവമുള്ളവരായി നമ്മുടെ ജീവിതങ്ങളിൽ മുമ്പോട്ട് പോകണം കേട്ടോ. ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, എന്റെ ക്ലാസ്സിനോട് നീതി പുലർത്തേണ്ടതിന്. ചിലർക്ക് 10 കാശുള്ളപ്പം അവർക്ക് ആരെയും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് വിശപ്പ് മാറ്റാൻ പറ്റുമോ? ഏതോ ഒരു മനുഷ്യൻ കോഴിയെ വളർത്തി. ആ കോഴിയെ വളർത്തിയത് ആരോ വാങ്ങി, എവിടെയോ ഹോട്ടലിൽ കൊടുത്തു. ഹോട്ടലുകാരൻ കുക്ക് ചെയ്തു. ആ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാശിന് വിലയുള്ളത്. ഇല്ലെങ്കിൽ ഇത് വെറും പേപ്പറാ. എനിക്കാരും വേണ്ട എന്ന മനോഭാവം ലോകത്താർക്കും കൊള്ളില്ല. അത് മണ്ടത്തരം. ഏതോ ഒരു കർഷകൻ വിതച്ച പരുത്തിയുടെ വിത്ത് അത് കിളിർത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പരുത്തി ഉണ്ടായി. കോട്ടണില്ലേ, ആ കോട്ടൺ ഉണങ്ങിയ കോട്ടൺ ആ മനുഷ്യൻ എവിടെയോ വിറ്റു. വാങ്ങാൻ ഒരാളുണ്ടായിരുന്നു. ആ വാങ്ങിയ മനുഷ്യൻ മറ്റൊരു ചാക്കിൽ കെട്ടി
അതിനെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു ലോറിക്കാരനെ ഡിപ്പെൻഡ് ചെയ്തു. ആ ലോറിക്കാരൻ ഫാക്ടറി കൊണ്ടുപോയി അവിടെ തൊഴിലാളികൾ നൂലാക്കി മാറ്റി. പിന്നീട് അത് നെയ്ത് തീർന്നില്ല, അത് സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു ഷർട്ടോ ഒരു ചുരിദാറോ എന്തുമാവട്ടെ അതായി മാറ്റി. ഇനി അതൊരു കച്ചവടക്കാരന്റെ കയ്യിലെത്തി. ഇവിടെയാണ് നമ്മുടെ കാശിന് വിലയുള്ളത്. കാശുള്ളത് കൊണ്ട് എന്തുമായി എന്ന് ചിന്തിക്കുന്ന ഒരു ലോകം ആത്മീകർക്കിടയിൽ വളരുമ്പോൾ ഞാൻ പറയുന്നു, നമ്മളെപ്പോഴും പരസ്പര ആശ്രയ ബോധമുള്ളവരായി അകത്തും പുറത്തും ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ആർക്കും ആരെയും വേണ്ട എന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും ആത്മീയതയ്ക്ക് ചേരുന്നതല്ല. നമുക്കുണ്ടാവണം അറിഞ്ഞുകൊണ്ട് സഹകരിക്കുന്ന, അറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന, അറിഞ്ഞുകൊണ്ട് കരുതുന്ന, അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശിക സഭയിൽ മാറാമെങ്കിൽ അവിടെയാണ് നിങ്ങളെ ചൊല്ലി സ്തോത്രം ദൈവം മുമ്പാകെ ഉയരുന്നത്. പറഞ്ഞാലേ ചെയ്യൂ എന്ന നല്ല മനുഷ്യർക്കപ്പുറത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യും എന്ന ദൈവ മനുഷ്യരാകാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, പറഞ്ഞാലേ ചെയ്യൂ, പറഞ്ഞാൽ ചെയ്യുമെന്ന നല്ല മനുഷ്യർക്കപ്പുറത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് പറയുന്ന ദൈവ മനുഷ്യരാകാനാ ദൈവം നമ്മെ വിളിച്ചത്. നാം കർത്താവിന്റെ പ്രതിനിധികളാണ്. ഇപ്പൊ രണ്ട് ഭാഗം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇത് സിസ്റ്റമാറ്റിക് ആയ റൈറ്റിംഗ് ആണ്. രണ്ട്, ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ലൈഫിന് കൊടുക്കുന്ന പ്രാധാന്യം. മൂന്ന് റോമാ ലേഖനത്തിന്റെ ചരിത്ര പ്രാധാന്യം. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബുക്ക് ഓഫ് റോമൻസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ റോമാ ലേഖനത്തിന്റെ പ്രാധാന്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യനെ? വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഫിലോസഫിക്കൽ മുഖമുണ്ടാക്കി കൊടുത്ത, ലോകത്ത് പ്രസിദ്ധമായ ദ സിറ്റി ഓഫ് ഗോഡ് എന്ന ഒരു പുസ്തകം രചിച്ച അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സെന്റ് അഗസ്റ്റിൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന, ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള മനുഷ്യനാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ. സെന്റ് അഗസ്റ്റിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ കഥ. പാപിയായി ജീവിച്ച മനുഷ്യൻ, പാപത്തിന്റെ വഴികളിലെ ആനന്ദം കണ്ടെത്തി ജീവിച്ച മനുഷ്യൻ ഒരിക്കൽ കർത്താവിന്റെ അരികിലേക്ക് വന്നു. ചിന്ത കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടും ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു മനുഷ്യനായി മാറി ഈ അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ പുസ്തകം ലോകത്ത് പ്രസിദ്ധമാണ്. വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിക്ക് ആ മനുഷ്യൻ നൽകിയ ഫിലോസഫിക്കൽ സപ്പോർട്ട് വളരെ വലുതാ. ആ മനുഷ്യനെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത് ഒരിക്കൽ തന്റെ ജീവിതത്തിന്റെ കഠിനമായ വഴിയിലൂടെ പോകുമ്പോൾ, പാപം നിറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ താൻ ഒരു ശബ്ദം കേട്ടു. റോമാലേഖനം 13-ാം അധ്യായം 13-14 വാക്യം വായിക്കാൻ. ആ വാക്യം നമുക്കത് വായിച്ചു കേൾക്കാം, എന്നിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. വായിച്ചാലും റോമാലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്ക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ഈ ഒരു വാക്ക് വായിക്കാൻ സെന്റ് അഗസ്റ്റിൻ ഒരു ശബ്ദം കേട്ടു. സെന്റ് അഗസ്റ്റിൻ എന്ന വാക്ക് പിന്നീടാണ് ഉണ്ടായത്. അഗസ്റ്റിൻ ഒരു ശബ്ദം കേട്ടു. ആ മനുഷ്യൻ ഈ പുസ്തകം തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അകത്ത് പാപബോധം കൊണ്ട് നിറഞ്ഞു. ആ മനുഷ്യൻ പരിവർത്തനത്തിലേക്ക് വന്നത് ഈ പുസ്തകത്തിന്റെ ഈ വാക്യം വായിച്ചിട്ടായിരുന്നു. തൻ്റെ പാപ വഴി വിട്ടു. തൻ പിന്നീടുള്ള കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരാളായി മാറി. ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ വലിയ പരിചയം കാണില്ല എന്നെനിക്കറിയാം. എങ്കിലും ആ മനുഷ്യൻ പരിവർത്തനത്തിലേക്ക് വന്ന റോമാലേഖനത്തിന്റെ വായന കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, റോമാലേഖനം അതിന്റെ ഉപദേശങ്ങളുടെ ക്രോഡീകരണം വെച്ചോ, റോമാലേഖനം അതിന്റെ പ്രാവർത്തിക തലം വെച്ചോ മാത്രമല്ല, റോമാലേഖനത്തിന് അതിന്റെ വലിയ പ്രാധാന്യം കിടക്കുന്നു. ഇനി കേൾക്കൂ, സഭയ്ക്കൊരു ഇരുണ്ട കാലമുണ്ടായിരുന്നു. ഇരുണ്ട കാലഘട്ടത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ഈ വാക്കൊന്ന് തിരിച്ചറിഞ്ഞു നോക്കിയേ. പാപമോചനച്ചീട്ട് കേട്ടിട്ടുണ്ടോ? പാപമോചനച്ചീട്ട്, അതിന്റെ വാക്ക് നിങ്ങൾ കേട്ടോ? ഒരു മനുഷ്യന്റെ പാപം മോചിക്കാൻ
നമ്മൾ പണ്ടൊക്കെ മൊബൈൽ റീചാർജ് കൂപ്പൺ വാങ്ങുകയല്ലേ? അങ്ങനെ ഓരോന്നിനും പാപം ക്ഷമിക്കാൻ വേണ്ടി ഇത്ര രൂപ കൊടുത്ത് ആ ചീട്ട് വാങ്ങിയാൽ ഒരാളുടെ പാപം മോചിക്കുമെന്നുള്ള ചിന്ത സഭയിൽ പഠിപ്പിച്ചു ചിലർ. കാശുണ്ടാക്കാനുള്ള എളുപ്പവഴിക്ക് വേണ്ടിയായിരുന്നു. ഒരാൾ മോഷണം നടത്തിയാൽ ഇത്ര രൂപയുടെ ചീട്ട്, ഒരാൾ വ്യഭിചാരം നടത്തിയാൽ ഇത്ര രൂപയുടെ ചീട്ട്. ജനത്തെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങളുടെ മരിച്ചവർ സ്വർഗത്തിൽ പോകാനുള്ള വഴി ഇതാണെന്ന് പഠിപ്പിച്ചു. നിങ്ങളുടെ പാപം ക്ഷമിക്കാനുള്ള വഴി ഇതാണെന്ന് പഠിപ്പിച്ചു. ഇരുളടഞ്ഞൊരു കാലം സഭയ്ക്കുണ്ടായി. ദരിദ്രനായി ഒട്ടനവധി പേർ അവിടെ പാപം ക്ഷമിക്കുന്നതിന് വേണ്ടി പാപമോചന ചീട്ട് വാങ്ങി. ആ വാങ്ങിയ കാശ് കൊണ്ട് പള്ളികൾ പണിയുകയും സുഖജീവിതം നയിക്കുകയും ചെയ്തു അന്നത്തെ മത മേലധ്യക്ഷന്മാർ. കേൾക്കുന്നുണ്ടോ? ഈ കാലഘട്ടം സഭയുടെ ഇരുട്ടടഞ്ഞ കാലഘട്ടമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിലാണ് ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്. 16-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. മഹാനായ മാർട്ടിൻ ലൂതറിലൂടെ ഉണ്ടായ ഒരു നവീകരണം ഓർക്കുന്നുണ്ടോ? മാർട്ടിൻ ലൂതറും ഒരു അധ്യാപകനായി, ജർമ്മനിയിലെ വീറ്റൻബർഗ് സെമിനാരിലെ ഒരു അധ്യാപകനായി തന്റെ വിദ്യാർത്ഥികളെ റോമാലേഖനം പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ അകത്ത് ഉടക്കിയ ചിന്ത, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. താൻ അതിനെക്കുറിച്ച് കുലങ്കുഷമായി ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഇതിന്റെ അർത്ഥം? കർമ്മം ചെയ്ത് പാപമോചന ചീട്ട് വാങ്ങി പാപം ക്ഷമിക്കുമെന്ന് പഠിപ്പിച്ച സഭയുടെ പഠിപ്പിക്കലിനെതിരെ ആ മനുഷ്യൻ വേദപുസ്തകത്തിന്റെ വായനയിൽ നിന്ന് കണ്ടെത്തി. പ്രത്യേകിച്ച് റിഫോർമേഷന്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് റോമാലേഖനമായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം റോമാലേഖനത്തെ അധികരിച്ചുകൊണ്ട് താൻ പഠിപ്പിച്ചു. നിങ്ങൾ ചിന്തിച്ചുണ്ടാവാം, എപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്ക്. 95 തീസിസ്. അദ്ദേഹം വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യങ്ങളും അന്നത്തെ ക്രൈസ്തവ സഭ ചെയ്ത ദുരാചാരങ്ങളുമായി അദ്ദേഹം വലിയൊരു തീസിസ് എഴുതി. അദ്ദേഹം ജർമ്മനിയിലെ വീറ്റൻബർഗ് പള്ളിയുടെ ഡോറിൽ കൊണ്ടൊട്ടിച്ചു വച്ചു. താൻ ചിന്തിച്ചില്ല ഈ പ്രതിഷേധം ഒരു വലിയ കണ്ണു തുറപ്പിക്കലാകുമെന്ന്. പക്ഷേ അത് വലിയൊരു മാറ്റത്തിന് തുടക്കമായിരുന്നു. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്താൽ ബാക്കി കാര്യം കർത്താവ് ചെയ്യാൻ ശക്തനായ കർത്താവാണ്. ചില ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലോകത്തിലെ എല്ലാം മാറ്റാൻ എനിക്ക് പറ്റുമോ? ഇല്ല. ഒരു മെഴുകുതിരിയെ നിങ്ങൾ ചിന്തിക്കുക. ഒരു മെഴുകുതിരി കത്തിയാൽ ലോകത്തെ എല്ലാ ഇരുട്ടും മാറില്ല. പക്ഷെ ഒരു മെഴുകുതിരി പ്രകാശിച്ചാൽ ചുറ്റുപാടിലെ ഇരുട്ടെങ്കിലും മാറിപ്പോകാതിരിക്കില്ല. എന്തു ചെയ്യാൻ നമുക്ക്? ഉത്തരം, എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനെ ഞാൻ ചെയ്യുക. ബാക്കി കാര്യം കർത്താവ് ചെയ്യാൻ ശക്തനാ. ടൈമായല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പിന്നീട് അടുത്ത ആഴ്ച ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കാം. റോമാലേഖനത്തിന്റെ പ്രാധാന്യം, ഒന്നാമത്തെ പ്രാധാന്യം ഞാൻ പറഞ്ഞത് ഇത് ഡോക്ട്രിനെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. 2, ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ തലത്തെ ആഴമായി പഠിപ്പിക്കുന്ന ഒരു എഴുത്താണിത്. പിന്നെ നമ്മൾ വിശദമായി പഠിക്കും ഈ ഭാഗങ്ങൾ. 3, ചരിത്രത്തിൽ ഈ റോമാലേഖനത്തിന്റെ പ്രാധാന്യം വളരെ പ്രസക്തി ഉള്ളതാണ്. ഈ മനുഷ്യന് ശേഷം, ഈ മാർട്ടിൻ ലൂതറിന് ശേഷം പിന്നീട് എഴുന്നേറ്റിരിക്കുന്ന വെസ്ലിയെ പോലെയുള്ളവർ, അവരാണ് ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്നൊക്കെ നമ്മളെ വിളിക്കുന്ന ഇവാഞ്ചലിക്കൽസ് എന്നാ കേട്ടോ. പ്രൊട്ടസ്റ്റന്റ് എന്നതിന്റെ അപ്പുറത്ത് ഇവാഞ്ചലിക്കൽസ് എന്ന് വിളിക്കാൻ കാരണം ഈ റോമാലേഖനത്തിന്റെ പഠനം വെസ്ലിയെ പോലെയുള്ളവർ അവർ പഠിച്ചു, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അത്രയും പ്രാധാന്യമുള്ള പുസ്തകത്തിൽ നിന്നാണ് കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ പഠിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you, Pastor.